afternoon. Welcome to the online session conducted on the topic Error Detection and Correction, MLC Computer Science Syllabus. Today, we have Dr. Johnny Jose for presenting this session for you. Dr. Johnny Jose is the principal of Don Bosco College, Angadi Kadavu, Kannur. He also worked as faculty in Don Bosco Institute, Thrissur, and Don Bosco College, Cochin. He is a graduate in Electrical and Electronics Engineering from TMK College of Engineering and a postgraduate in Computer Science and Engineering from Manipal Institute of Technology. He completed his PhD in Wireless Network from National Institute of Technology, Karnataka. So once again, I welcome you all to the session. Good afternoon to all of you. നമുക്ക് നേരെ തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എറർ ഡിറ്റക്ഷൻ ഇൻ ലിങ്ക് ലെയർ. നെറ്റ്വർക്കിന്റെ 4 ലെയേഴ്സ് ഉണ്ട് TCP/IP-യിൽ. ആ 4 ലെയറിൽ ലാസ്റ്റ് ലെയർ ആണ് ലിങ്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ. അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് മെയിൻ ആയിട്ടും 2 ഫംഗ്ഷനാലിറ്റീസ് ആണ് അതിനുള്ളത്. ഒന്ന് എറർ ഡിറ്റക്ഷൻ, 2 ചാനൽ അലോക്കേഷൻ. ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് സൈമിൾട്ടേനിയസ്ലി ചാനലിനെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ കണ്ടൻഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചാനൽ അലോക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ട്രാൻസ്ഫറിനിടയ്ക്കുണ്ടാകുന്ന എറേഴ്സ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി വിൽ ഡിസ്കസ് ഓൺലി ദാറ്റ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. എന്താണ് എറർ? നമുക്കറിയാം, ഡേറ്റ നമ്മൾ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പലതരം ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ആകാം, ടെക്സ്റ്റ് മെസ്സേജ് ആകാം, ഓഡിയോ മെസ്സേജ് ആകാം, വീഡിയോ മെസ്സേജ് ആകാം, പിക്ചേഴ്സ് ആകാം. ഇതെല്ലാം നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫേർഡ് ആകുമ്പോൾ സീറോസ് ആൻഡ് വൺസ്, ബൈനറി ബിറ്റ്സ് ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്, ആയിട്ടാണ് പോകുന്നത്. സീറോസിനെയും വൺസിനെയും അത് വോൾട്ടേജ് ലെവലാകാം, ഡിപ്പെൻഡിങ് ഓൺ ദ മീഡിയം വോൾട്ടേജ് ലെവലാകാം, അല്ലെങ്കിൽ ലൈറ്റ് ഫേസ് ആകാം, അല്ലെങ്കിൽ വേവ് ഫ്രീക്വൻസീസ് ആകാം. ഇതിന് മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 0 1 ആയി മാറാം, അല്ലെങ്കിൽ ഒരു 1 0 ആയി മാറാം. ഈ പ്രോസസ്സിനെയാണ് ഒരു എറർ എന്ന് പറയുന്നത്. ഒരു 0 1 ആയാൽ അല്ലെങ്കിൽ ഒരു 1 0 ആയാൽ ആ ഡേറ്റ കറക്റ്റ് ആയി എററായി മാറി. അതാണ് എറർ എന്ന് പറയുന്നത്. അങ്ങനെ എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡേറ്റ തന്നെ മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആ എററിനെ ഡിറ്റക്ട് ചെയ്യണം. എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടി വരും. പോസിബിൾ ആക്ഷൻസ് ഓൾസോ നമുക്ക് പിന്നീട് കാണാം. എറർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 2 തരം എറേഴ്സ് ഉണ്ട്. സിംഗിൾ ബിറ്റ് എറേഴ്സും ബേഴ്സ്റ്റ് എറേഴ്സും. സിംഗിൾ ബിറ്റ് എറർ എന്ന് പറഞ്ഞാൽ ഡേറ്റയിൽ ഒരു ബിറ്റ് മാത്രം കറക്റ്റ് ആകുന്നു, ഒരു 0 മാത്രം 1 ആകുന്നു, അല്ലെങ്കിൽ ഒരു 1 മാത്രം 0 ആകുന്നു. അതാണ് സിംഗിൾ ബിറ്റ് എറർ. മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ ബേഴ്സ്റ്റ് എറർ എന്നാണ്. ബേഴ്സ്റ്റ് എറർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ബിറ്റ്സ് കറക്റ്റ് ആകുന്നു. അത് കണ്ടിന്യൂസ് ആകാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആകാതെ ഇരിക്കാം. ഒന്നിൽ കൂടുതൽ ബിറ്റ്സ് കറക്റ്റ് ആയാൽ അതിനെ ബേഴ്സ്റ്റ് എറർ എന്ന് വിളിക്കും. ഇത് രണ്ടുമാണ് 2 ടൈപ്സ് ഓഫ് എറേഴ്സ്. ഇത് രണ്ടും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ബേഴ്സ്റ്റ് എററിനാണ് സാധ്യത കൂടുതൽ. ഇനി ഒരു എറർ ഉണ്ടായാൽ എന്ത് ചെയ്യണം? 3 ഓപ്ഷൻസ്. ഒന്ന്, എറർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ആ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യാം. ഒരു മെസ്സേജിനെ പല പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എറർ ഉണ്ടായാൽ എറർ ഉണ്ടായ പാക്കറ്റ് മാത്രം ഡിസ്കാർഡ് ചെയ്യാം. രണ്ടാമത്തെ പോസിബിലിറ്റി, എറർ ഉണ്ടായ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യുക, എന്നിട്ട് സെൻഡറിനോട് വീണ്ടും ആ പാക്കറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ, എറർ ഉണ്ടായ പാക്കറ്റിന്റെ എറർ കൃത്യമായിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് എറർ കറക്ഷൻ. 3 ഓപ്ഷൻസ്. എറർ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ, ഡിസ്കാർഡ് ചെയ്തിട്ട് ഒരു റീട്രാൻസ്മിഷൻ റിക്വസ്റ്റ് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ, റീട്രാൻസ്മിഷൻ വേണ്ട, എററിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെറ്റ്വർക്കിൽ 4 ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് ലിങ്ക് ലെയർ. ഇതിൽ ട്രാൻസ്മിഷനുമായിട്ട്, ഡേറ്റ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ലെയേഴ്സ് ആണ് ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് ലിങ്ക് ലെയർ. ഈ 3 ലെയേഴ്സും എറർ ഡിറ്റക്ഷൻ നടത്തുന്നുണ്ട്. എൻറ്റയർ ഡേറ്റയിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ലെയർ ഹെഡറിലുള്ള എറേഴ്സിന് മാത്രം ചെക്ക് ചെയ്യുന്നു. ലിങ്ക് ലെയർ
പാക്കറ്റിലുള്ള എറേഴ്സ് ചെക്ക് ചെയ്യുന്നു. ലിങ്ക് ലെയർ എററിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, എറർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ റീട്രാൻസ്മിഷൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല, എറർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല. നെറ്റ്വർക്ക് ലെയർ ഓൾസോ എറർ ഡിറ്റക്ട് ചെയ്താൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. ട്രാൻസ്പോർട്ട് ലെയർ ആണ് എറർ ഡിറ്റക്ട് ചെയ്താൽ ഒരു റീട്രാൻസ്മിഷൻ റിക്വസ്റ്റ് ഇവിടെ കൊടുക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ലാസ്റ്റ് ലൈനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഡിറ്റക്ട്സ് എറേഴ്സ് യൂസിങ് ചെക്സ്. അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എറർ വന്നത് ശരിയായി. നെറ്റ്വർക്ക് ലെയർ ഡിറ്റക്ട്സ് എറേഴ്സ് യൂസിങ് ചെക്സ്. 3 ലെയറും 3 ഡിഫറെന്റ് മെക്കാനിസംസ് ആണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ഉപയോഗിക്കുന്ന മെക്കാനിസം അത് ചെക്സം ആണ്. ബട്ട് ചെക്സം ഓവർ ഉപയോഗിക്കുന്നതും ചെക്സം മെക്കാനിസം ആണ്. ബട്ട് ഇറ്റ് ഇസ് ഓൺലി ഓവർ ദ ഹെഡർ. ലിങ്ക് ലെയർ ഉപയോഗിക്കുന്നത് CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. ഇതാണ് ലിങ്ക് ലെയർ ഉപയോഗിക്കുന്നത്. എറർ ഡിറ്റക്ഷനുള്ള കോമൺലി യൂസ്ഡ് 3 മെത്തേഡ്സ്: പാരിറ്റി ചെക്ക്, ചെക്സം ആൻഡ് സൈക്ലിക് റിഡൻഡൻസി CRC. ഇത് 3ഉമാണ് കോമൺലി യൂസ്ഡ് മെത്തേഡ്സ്. We will see each of them in detail. Parity check. സ്ലൈഡിൽ കാണുന്ന ആ ഒരു ടേബിളിൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഡേറ്റ വേർഡ്, റൈറ്റ് സൈഡിൽ കോഡ് വേർഡ്. ആ ഡേറ്റയെ എൻകോഡ് ചെയ്ത് ഒരു കോഡാക്കിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡേറ്റ ആദ്യത്തെ റോയിൽ 10101011 8 ബിറ്റ്സ്, ഒരു ബൈറ്റ് ആണത്. ഈ ഒരു ബൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 more ബിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ കോഡ് വേർഡ്. കോഡ് വേർഡിൽ ഓൺ റൈറ്റ് സൈഡ് ഒരു 1 ആഡ് ചെയ്തു. സെക്കൻഡ് റോയിൽ ഓൺ ദ റൈറ്റ് സൈഡ് ഒരു 0 ആഡ് ചെയ്തു. ആ 1 ആഡ് ചെയ്തത് അല്ലെങ്കിൽ ആ 0 ആഡ് ചെയ്തത് അതാണ് പാരിറ്റി ബിറ്റ്. എങ്ങനെയാണ് 1 ആണ് ആദ്യത്തെ ഡേറ്റയുടെ പാരിറ്റി ബിറ്റ് എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. പാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വൺസ്, ഡേറ്റയിൽ എത്ര വൺസ് ഉണ്ടെന്ന് എണ്ണി നോക്കി. ആദ്യത്തെ ഡേറ്റയിൽ 1 2 3 4 5 വൺസ് ആണുള്ളത്. 5 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആണ്. എന്റെ സ്കീം ഈവൻ പാരിറ്റിയാണ്. അതായത് ഞാൻ അയക്കുന്ന പാക്കറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ നമ്പർ ആയിരിക്കണം. അങ്ങനെ ഈവൻ നമ്പർ ആകണമെങ്കിൽ ഞാൻ ഒരു 1 കൂടി ആഡ് ചെയ്യണം. അതാണ് പാരിറ്റി ബിറ്റ്. ഫസ്റ്റ് ഡേറ്റയിൽ ഡേറ്റ വേർഡ് അതിനകത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 1 കൂടി ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആക്കി ആ മെസ്സേജ് അയക്കുകയാണ്, പാക്കറ്റ് അയക്കുകയാണ്. അപ്പൊ ആ പാക്കറ്റിന് പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തു. പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തപ്പോൾ ആ ഡേറ്റ വേർഡിനെ കോഡ് വേർഡ് എന്ന് ഞാൻ വിളിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വേർഡിലും അതുപോലെ തന്നെ ഞാൻ നോക്കുന്നു നമ്പർ ഓഫ് വൺസ് ഈവൻ ആണ്. അതുകൊണ്ട് വേറൊരു 1 ആഡ് ചെയ്യണ്ട. പക്ഷേ നമ്മളുടെ പാക്കറ്റിലെ ബിറ്റ് സൈസ് സെയിം ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഒരു ബിറ്റ് ആഡ് ചെയ്തേ പറ്റൂ. അത് 0 ആയിരിക്കും. ഇങ്ങനെയാണ് പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തത്. അടുത്ത 2 റോയിൽ ഞാൻ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അത് എക്സസൈസ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര വൺസ് ഉണ്ടെന്ന് നോക്കുക. അതുകൊണ്ട് 9th ബിറ്റ് പാരിറ്റി ബിറ്റ് എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ചെയ്തത് ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഈ പാരിറ്റിയെ വിളിക്കുന്ന പേര് ഈവൻ പാരിറ്റി എന്നാണ്. എനിക്ക് അതുപോലെ തന്നെ ടോട്ടൽ പാരിറ്റിയെ ഓഡ് ആക്കാം, ഓഡ് നമ്പർ ആക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഓഡ് നമ്പർ ആക്കാം. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓഡ് പാരിറ്റി എന്ന് വിളിക്കും. പാരിറ്റി ചെക്ക് 2 തരമുണ്ട്: ഈവൻ പാരിറ്റിയും ഓഡ് പാരിറ്റിയും. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഇൻ ദ ട്രാൻസ്മിറ്റഡ് ഡേറ്റ ഓഡ് ആണെങ്കിൽ ഓഡ് പാരിറ്റി, ഈവൻ ആണെങ്കിൽ ഈവൻ പാരിറ്റി. സെൻഡറും റിസീവറും ഒരു എക്യുപ്മെന്റിൽ എത്തിയിരിക്കണം. അവർ രണ്ടുപേരും അറിഞ്ഞിരിക്കണം ഈവൻ പാരിറ്റി ആണോ യൂസ് ചെയ്യുന്നത്, ഓഡ് പാരിറ്റി ആണോ യൂസ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ പാരിറ്റി ചെക്കിംഗ് മെക്കാനിസം. ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഡേറ്റ അയച്ചപ്പോൾ എറർ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഞാൻ ആഡ് ചെയ്തത് ഒരു സിംഗിൾ ബിറ്റ് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാം. ഇതിന്റെ ഓവർ ഹെഡ് വളരെ കുറവാണ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ബിറ്റ്, അത് ജസ്റ്റ് 1 സിംഗിൾ ബിറ്റ് മാത്രമാണ്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിന്റെ ഓവർ ഹെഡ് വളരെ കുറവാണ്, ഒരു സിംഗിൾ ബിറ്റ് മാത്രമാണെന്നുള്ളതാണ്. നമ്മൾ മറ്റ് എറർ ഡിറ്റക്ഷൻ മെക്കാനിസം പഠിക്കുമ്പോൾ കാണാം, നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ആയിരിക്കില്ല, 1 കൂടും. അതായത് ഓവർ ഹെഡ് കൂടും. ഓവർ ഹെഡ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.
സെക്കൻഡ് അഡ്വാൻറ്റേജ്, കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് കൗണ്ടിങ് ഉള്ളി. പാരിറ്റി ബിറ്റ് 0 ആണോ 1 ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടിങ് മാത്രം നടത്തിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പാരിറ്റി മെക്കാനിസം വളരെ സിമ്പിൾ ടു കാൽക്കുലേറ്റ് ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻസ്, 2 ബിറ്റ്സ് എറർ ആയി പോയാൽ എന്ത് സംഭവിക്കും? 2 ബിറ്റ്സ് കറക്റ്റ് ആയാൽ എന്ത് സംഭവിക്കും? 2 ബിറ്റ്സ് കറക്റ്റ് ആയാൽ സ്വാഭാവികമായിട്ടും പാരിറ്റി മാറുകയില്ല. അപ്പം നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിൽ 2 ബിറ്റ് കറക്റ്റ് ആയി പോയാൽ പാരിറ്റി ചെക്ക് എററിനെ ഡിറ്റക്ട് ചെയ്യുകയില്ല. ആ എറർ അൺഡിറ്റക്റ്റഡ് ആയി 4 ആണെങ്കിലും 6 ആണെങ്കിലും ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യൂ. 1, 3, 5 അങ്ങനെയുള്ള എറേഴ്സ് അത്രയും ബിറ്റ്സ് കറക്റ്റ് ആയാൽ ഡിറ്റക്ട് ചെയ്യും. ഈവൻ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് കറക്റ്റഡ് ആകുന്നതെങ്കിൽ അത് ഡിറ്റക്റ്റഡ് ആകുകയില്ല. അതിന്റെ പോസിബിലിറ്റി ഓഫ് ഡിറ്റക്ടിങ് എറർ 50%. കാരണം ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും ഈവൻ നമ്പർ ഓഫ് എറേഴ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും ഈക്വൽ ആണ്, പ്രോബിലിറ്റി ഈക്വൽ ആണ്. അതുകൊണ്ട് ഓഡ് നമ്പർ ഓഫ് എറേഴ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി 50% എന്ന് പറയാം. അതായത് ഒരു എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത 50% മാത്രമേ ഈ സിമ്പിൾ പാരിറ്റി ചെക്കിംഗ് മെക്കാനിസത്തിൽ ഉള്ളൂ. ലിമിറ്റേഷൻ, സിംഗിൾ ബിറ്റ് എറേഴ്സ് ആർ വെരി വെരി റെയർ. സാധാരണ സിംഗിൾ ബിറ്റ് എറർ ഉണ്ടാകാറില്ല. ഉണ്ടാകുകയാണെങ്കിൽ ഒരു ബേർസ്റ്റ് എററാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടും ഈ സിംഗിൾ ബിറ്റ് എററിനെ ചെക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു 2 or 4 ബിറ്റ്സിന്റെ എറർ ചെക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസത്തിന് അധികം ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതാണ് പാരിറ്റി ചെക്കിന്റെ 2 ഡിമെറിറ്റ്സ്. ഈ ഡിമെറിറ്റ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള, ഈ ലിമിറ്റേഷൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് പാരിറ്റി ചെക്ക് നമുക്ക് കാണാം. അതാണ് അടുത്തത്. ദാറ്റ് ഈസ് അഗൈൻ പാരിറ്റി ചെക്ക്. ഇത് മുൻപ് സൂചിപ്പിച്ച എല്ലാ പ്രീവിയസ് സ്ലൈഡ് പാരിറ്റി ചെക്ക് 2 dimensional. ഓക്കെ, റൈറ്റ്. പാരിറ്റി ചെക്ക് 2 dimensional. സിംഗിൾ ഡയമെൻഷണൽ സിമ്പിൾ പാരിറ്റി ചെക്കിൽ ഉണ്ടായിരുന്ന ഡിമെറിറ്റ്സ് എല്ലാം ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാം ഓൾമോസ്റ്റ് മച്ച് മോർ ഇംപ്രൂവ്ഡ് ആണ്. സെക്കൻഡ് ബുള്ളറ്റ്സ് നോക്കിയാൽ, ഞാൻ മുമ്പ് ആദ്യത്തെ സിമ്പിൾ പാരിറ്റിക്ക് നമ്മൾ 1 ബൈറ്റ് ആയിരുന്നു ഡേറ്റ ആയിട്ട് ഉപയോഗിച്ചത്. ഇവിടെ ഡേറ്റ ആയിട്ട് ഉപയോഗിക്കുന്നത് 1 ബൈറ്റ് അല്ല, 4 ബൈറ്റ്സ് ആണ്. ആക്ച്വലി ബൈറ്റ് അല്ല, അത് 7 ബിറ്റ്സേ ഉള്ളൂ. 7 ബിറ്റ്സ് ഉള്ള 4 സെഗ്മെന്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു മെസ്സേജ് മുഴുവൻ എടുത്തിരിക്കുകയാണ്. ഒരു ലോങ്ങർ മെസ്സേജ് ആണ് ഇവിടെ എടുക്കുന്നത്. ഒരു സിംഗിൾ ബൈറ്റോ സിംഗിൾ സെഗ്മെന്റോ അല്ല, 4 or even more നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ആ 4 സെഗ്മെന്റ്സിനെ 4 റോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയുണ്ട്. 7 ബിറ്റ്സ് ഉള്ള 4 റോസ്. അതിനുശേഷം എനിക്ക് ഓരോ റോയ്ക്കും ഉള്ള പാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരുപക്ഷെ സാധിച്ചേക്കും. ആദ്യത്തെ റോയുടെ പാരിറ്റി അവിടെ 4 1 ആണുള്ളത്, ഓൾറെഡി ഈവൻ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈവൻ പാരിറ്റി ആണ്. അതുകൊണ്ട് ആദ്യത്തെ റോയുടെ പാരിറ്റി 0 ആകും. അടുത്ത റോയിൽ 5 വൺസ് ഉണ്ട്, ഓഡ് നമ്പർ ആണ്. ഒരു 1 കൂടി ആഡ് ചെയ്യണം ഈവൻ ആകാൻ വേണ്ടി. അടുത്ത റോയുടേത് ഇറ്റ് വിൽ ബി 1. അങ്ങനെ 4 റോയ്ക്കും നമുക്ക് പാരിറ്റി ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോളത്തിനും ആഡ് ചെയ്യാൻ സാധിക്കും. ഓരോ കോളത്തിന്റെയും പാരിറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ പാരിറ്റി ആഡ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഓരോ കോളത്തിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം ആ പാരിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. ഓരോ കോളത്തിനും ഓരോ റോയ്ക്കും പാരിറ്റി ആഡ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡ് ബോട്ടം കോർണർ അത് ആക്ച്വലി എംപ്റ്റി ആകേണ്ടതാണ്. റൈറ്റ് സൈഡ് ബോട്ടം കോർണർ ഞാൻ അവിടെയും ഒരു പാരിറ്റി ആഡ് ചെയ്തു. ആ പാരിറ്റി ഒന്നുകിൽ റൈറ്റ് മോസ്റ്റ് കോളത്തിന്റെ ആകാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് റോയുടെ ആകാം. 2 സെയിം ആയിട്ട് വരും, എപ്പോഴും സെയിം ആയിട്ട് തന്നെ വന്നു. അപ്പം അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഒരു പാരിറ്റി റോ ആണ്, ഡേറ്റ ഭാഗമല്ല, പാരിറ്റി റോ ആണ്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അതിലും ഒരു എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ലാസ്റ്റ് റോയിലും ഒരു എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിറ്റക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ആ ലാസ്റ്റ് റോയുടെയും പാരിറ്റി നമ്മൾ കണ്ടുപിടിക്കാനുള്ള കാരണം. ഇവിടെ പാരിറ്റീസ് എല്ലാം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ ബ്ലാക്ക് കളറിലാണ്. ഒരു ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ ഡേറ്റ ബ്ലാക്ക് കളറിലുണ്ട്. ട്രാൻസ്മിറ്റഡ് ഡേറ്റ അല്ലെങ്കിൽ കോഡ് വേർഡ് അത് മിക്സ്ഡ് കളറിലാണ്. റെഡ് കാണുന്നതെല്ലാം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത ബിറ്റ് ആണ്. എൻറ്റയർ മെസ്സേജ് ആണ് നമ്മൾ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇതിനെ മെസ്സേജ് പാരിറ്റി എന്നും വിളിക്കും. 2 dimensional പാരിറ്റി അല്ലെങ്കിൽ മെസ്സേജ് പാരിറ്റി. ഇനി എറർ ഉണ്ടായാൽ എന്ത് പറ്റും നമുക്ക് നോക്കാം. ഞാൻ ഒരു എറർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെഡ് കളർ കാണിച്ചിരിക്കുന്നത്, റെഡ് കളർ അവിടെ ആക്ച്വലി 0 ആണ്. ആ 0 1 ആകുകയാണെന്ന് വെക്കുക. എറർ ആകുമ്പോൾ എറർ എന്ന് പറഞ്ഞാൽ 0 1 ആകും. അപ്പൊ ആ 0 1 ആയാൽ എന്ത് പറ്റും? ആ 0 1 ആയാൽ ആ റോയിലെ റൈറ്റ് സൈഡ്
പാരിറ്റി ബിറ്റ് മാറേണ്ടി വരും. പക്ഷെ അത് മാറുന്നില്ല, അതിന് എറർ ഉണ്ടായിട്ടില്ല. റിസീവർ ചെക്ക് ചെയ്യുമ്പം ആ ഒരു റോയിലെ പാരിറ്റി മാച്ച് ചെയ്യുകയില്ല. അതുപോലെ തന്നെ താഴെ കാണിച്ചിരുന്ന ഒരു ബ്ലൂ ആ കറസ്പോണ്ടിങ് കോളമാണ്, കോളത്തിന്റെ പാരിറ്റിയാണ്. അവിടെയും പാരിറ്റി മാച്ച് ചെയ്യുന്നില്ല എന്ന് കാണാം. കാരണം കോളം നോക്കുകയാണെങ്കിൽ 1, ആദ്യത്തത് 1, രണ്ടാമത്തതും 1 ആണ്. 0 1 ആയി മാറി, ഓൾറെഡി ഈവൻ ആയി. പാരിറ്റി ബിറ്റ് 0 ആണ് വരേണ്ടിയിരുന്നത്, പക്ഷെ കാണുന്നത് 1 ആണ്. അതുകൊണ്ട് എവിടെ എറർ ഉണ്ടെന്ന് റിസീവറിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം എവിടെയാണ് എറർ ഉണ്ടായിരിക്കുന്നത്. ഇന്റർസെക്ഷൻ ഓഫ് കറസ്പോണ്ടിങ് കോളം ആൻഡ് റോ നോക്കിയാൽ ഏതാണോ ആ ബിറ്റാണ് കറക്റ്റ് ആയിരിക്കുന്നത്, ആ ബിറ്റാണ് എറർ ആയിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു മെക്കാനിസത്തിൽ ഒരു സിംഗിൾ എറർ മാത്രം ഉണ്ടാകുകയാണെങ്കിൽ എറർ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം, അതുപോലെ തന്നെ ആ എററിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ രണ്ട് മെക്കാനിസം, എറർ ഡിറ്റക്ഷനും കറക്ഷനും ഇവിടെ പോസിബിൾ ആയി. We will take another scenario. Okay. രണ്ട് എറർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. രണ്ട് എറർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം കറസ്പോണ്ടിങ് റോയിൽ പാരിറ്റി ബിറ്റ് ഓക്കെ ആയിട്ട് തന്നെ കാണും. കാരണം ഒരു 0 1 ആയി, മറ്റൊരു 1 0 ആയി. അതുകൊണ്ട് പാരിറ്റി ബിറ്റിൽ ഡിഫറൻസ് കാണുകയില്ല. നമ്മൾ മുമ്പ് പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, രണ്ട് എറർ ഉണ്ടാകുകയാണെങ്കിൽ സിംപിൾ പാരിറ്റി ഡിറ്റക്ട് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലൂ കളറിനെ മാറ്റി ഗ്രീൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നേരത്തെ എറർ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ഡിറ്റക്ട് ആകുകയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ബ്ലൂ ഗ്രീൻ ആക്കി. അതേസമയം എറർ ഉണ്ടായിരിക്കുന്ന സെൽസിന്റെ കറസ്പോണ്ടിങ് കോളത്തിൽ അത് ഡിറ്റക്റ്റഡ് ആവും, രണ്ട് കോളത്തിൽ ഡിറ്റക്റ്റഡ് ആവും. അപ്പൊ ഇവിടെയും നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. 2 ബിറ്റ്സ് എറർ ഉണ്ടായപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. സിംഗിൾ പാരിറ്റിയിൽ സാധിക്കില്ലായിരുന്നു, ഈ 2 ഡയമെൻഷണൽ പാരിറ്റിയിൽ അത് സാധിച്ചു. അപ്പൊ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സിംഗിൾ ബിറ്റ് എററും 2 ബിറ്റ് എററും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഈ രണ്ട് കോളത്തിലും എറർ ഉണ്ട് എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഏത് ബിറ്റാണ് കറക്റ്റ് ആയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. We will take another scenario. I am introducing 3 bits. ഇപ്പൊ 3 ബിറ്റ് എറർ ആകുകയാണ്. 2 ബിറ്റ് ഒരേ റോയിലാണ്. ഒരേ റോയിൽ ആയത് കാരണം ആ റോ എററിനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല. തേർഡ് ഉണ്ടായിരിക്കുന്നത് തേർഡ് റോയിലാണ്. അവിടെ എററിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. അതേസമയം കറസ്പോണ്ടിങ് കോളം, അവിടെ ആ കോളത്തിൽ 2 എറർ വന്നതുകൊണ്ട്, അഞ്ചാമത്തെ കോളത്തിൽ 2 എറർ വന്നത് കാരണം ആ കോളം പാരിറ്റി എററിനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല. അതേസമയം മൂന്നാമത്തെ കോളത്തിൽ എററിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും 3 എറർ ഉണ്ടായി, എററിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു, കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. 1 എറർ ഡിറ്റക്ട് ചെയ്തു, കറക്റ്റും ചെയ്തു. 2 എറേഴ്സ് ഡിറ്റക്ട് ചെയ്തു, 3 എറേഴ്സും ഡിറ്റക്ട് ചെയ്യുന്നു. 4 എറേഴ്സ് ഉണ്ടാവുകയാണ്. 4 ബിറ്റ്സ് ആർ ഇൻ എറർ. ഈസിയായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എറർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് 2 ബ്ലൂ പാരിറ്റി ബിറ്റ്സ് 2 ബ്ലൂ ആയിട്ട് കാണുന്നത്. അപ്പൊ എറർ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. We will go to one more example, one more scenario. ഇതും 4 എറേഴ്സ് തന്നെയാണ്. 2 എറർ ഒരേ 2 റോയില് 2 എറേഴ്സ് വെച്ച്, 2 കോളത്തിലും 2 എറേഴ്സ് വെച്ച്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാരിറ്റി ബിറ്റ്സിന് മാറ്റം ഉണ്ടാകുകയില്ല, റിമെയിൻസ് ചെയ്യും. അപ്പൊ ഈ ഒരു കേസിൽ എറർ ഡിറ്റക്റ്റഡ് ആകുന്നില്ല. 2 ഡയമെൻഷനിൽ എറർ ഡിറ്റക്റ്റഡ് ആകാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. 2 ഡയമെൻഷനിൽ എറർ ഡിറ്റക്ട് ആകാത്തൊരു സിസ്റ്റം, ഒരു സിനാരിയോ ആണ് ഇപ്പൊ കാണുന്നത്. ഈവൻ നമ്പർ ഓഫ് കോളത്തിലും ഈവൻ നമ്പർ ഓഫ് റോസിലും എറേഴ്സ് ഉണ്ടായാൽ, നമ്പർ ഓഫ് എറേഴ്സ് ഇൻ കോളംസ് ഈവൻ ആകുന്നു, നമ്പർ ഓഫ് എറേഴ്സ് ഇൻ റോസും ഈവൻ ആകുന്നു. അങ്ങനെ സംഭവിച്ചാൽ ആ എറർ ഡിറ്റക്റ്റഡ് ആകുകയില്ല. അപ്പൊ ഇതൊരു സിനാരിയോ വേർ പാരിറ്റി, 2 ഡയമെൻഷണൽ പാരിറ്റി ഫെയിൽ ആകുന്ന ഒരു സിനാരിയോ ആണ്. ഇതാണ് 2 ഡയമെൻഷണൽ പാരിറ്റിയെ കുറിച്ചുള്ള ഏകദേശം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ മെറിറ്റ്സ്, മോസ്റ്റ് ഓഫ് ദി എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സ് മോസ്റ്റ് ഓഫ് ദം ക്യാൻ ബി ഡിറ്റക്റ്റഡ്. വെരി ഫ്യൂ ആണ് അൺഡിറ്റക്റ്റഡ് ആയി പോകുന്നത്. നമ്പർ ഓഫ് എറേഴ്സ് ഓഡ് ആണെങ്കിൽ എല്ലാ ഓഡ് ബിറ്റ്സ് എറേഴ്സും ഡിറ്റക്റ്റഡ് ആകും. ഈവൻ ആണെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ ഫെയിൽ ആകുന്നത്. കമ്പ്യൂട്ടേഷൻ സിമ്പിൾ ആണ്, കാരണം ഓൺലി അഡീഷൻ or only just calculation, only just counting, not even addition, only counting. Then overhead, it is higher than simple parity. എങ്കിലും വളരെ ഹൈ അല്ല. ഓവർഹെഡ് ഇസ് നോട്ട് ഹൈ എന്ന് പറയാം. ഒരേ ഒരു ഡിമെറിറ്റ് പറയാനുള്ളത് എല്ലാ എറേഴ്സും ഡിറ്റക്റ്റഡ് ആകുന്നില്ല എന്നുള്ളതാണ്. ഏത് എറർ ചെക്കിംഗ് മെക്കാനിസം എടുത്താലും ആ ഒരു ഡിമെറിറ്റ് ഉണ്ടാകും. അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്ക് അല്ലെങ്കിൽ മെസ്സേജ് പാരിറ്റി ചെക്ക് ഈസ് മച്ച് മോർ സുപ്പീരിയർ ടു സിമ്പിൾ പാരിറ്റി ചെക്ക്. ഇതാണ് പാരിറ്റി ചെക്ക് എറർ ഡിറ്റക്ഷൻ മെക്കാനിസം. ചെക്ക് സം സെക്ഷൻ ആണ് അടുത്ത മെക്കാനിസം. എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള വേറൊരു മെക്കാനിസം.
ഇവിടെ we will see an example. Example കാണുന്നതിന് മുമ്പായിട്ട് എന്താണ് ചെക്സം? ചെക്സം is again another actually it's based on parity എന്ന് തന്നെ പറയാം. ഡേറ്റയെ പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എൻ്റയർ ഡേറ്റയെ പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. When we speak about the theory, we will say m segments ആയിട്ട് ഡിവൈഡ് ചെയ്യും, m bits in segments ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ സെഗ്മെന്റ്സ് എല്ലാം ഓരോ സെഗ്മെന്റും തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം വൺസ് കോംപ്ലിമെന്റ് മെക്കാനിസം ഉപയോഗിച്ച് ആഡ് ചെയ്യുക. കിട്ടും ആ സമ്മിനെ കോംപ്ലിമെന്റ് ചെയ്യുക. ഒന്നുകൂടെ സ്റ്റെപ്സ് പറയാം. ഡേറ്റയെ സെഗ്മെന്റ്സ് ഓഫ് എം ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈച്ച് ഓഫ് ദീസ് സെഗ്മെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ഓൾ ദീസ് സെഗ്മെന്റ്സ് യൂസിങ് വൺസ് കോംപ്ലിമെന്റ്. കിട്ടുന്ന ഫൈനൽ സമ്മിനെ കോംപ്ലിമെന്റ് ചെയ്യുക. ആ കോംപ്ലിമെന്റ് ആണ് ചെക്സം വാല്യൂ. മൊത്തം കാൽക്കുലേഷൻ വളരെ വളരെ സിമ്പിൾ ആണ്. ചെക്സം എടുക്കുക, ചെക്സം വാല്യൂ എടുക്കുക, ആ ചെക്സം ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുക. റിസീവറിൽ വീണ്ടും ഇതേ പ്രോസസ് ആവർത്തിക്കുക. ഇതേ പ്രോസസ് ആവർത്തിക്കുമ്പോൾ ഫൈനൽ അവിടെ കിട്ടുന്ന ചെക്സം 0 ആണെങ്കിൽ there is no error. 0 അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ചെക്സം. We will see an example. ഞാനൊരു ഡേറ്റ വേർഡ് അഗൈൻ 4 സെഗ്മെന്റ്സ് ആണ്. ഇവിടെ 4 ബൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോ സെഗ്മെന്റും ഓരോ ബൈറ്റ് ആണ്. 8 ബിറ്റ്സ് ഉണ്ട് അതിൽ. അത് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെന്റും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയാണ് കളർ ചെയ്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ 2 സെഗ്മെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അത് ഈ സൈഡ് തന്നെ ഉണ്ട്. ആദ്യത്തെ 2 സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നു. അത് രണ്ടും എടുത്തെഴുതിയിട്ട് സിമ്പിൾ അഡീഷൻ. ഐ സെഡ് add using ones complement method. Using ones complement method എന്ന് പറയുമ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരി കൂടി ആഡ് ചെയ്യുക. ഇവിടെ ഒരു ക്യാരി ഉണ്ടാകുന്നുണ്ട്. 1 + 1 0 with the carry 1. ആ ക്യാരി start from the right side. 1 + 1 0 with the carry. ആ ക്യാരി with the second LSB ആഡ് ചെയ്യുന്നു. 1 + 1 0 with the carry +1 we get a 1 and third LSB ലേക്ക് ആ ക്യാരി പോകുന്നുണ്ട്. 1 + 0 1 + 0 1 അത് താഴെ എഴുതി. അടുത്തത് 0 + 1 1. അടുത്തത് 1 + 0 1. അടുത്തത് 1 + 1 0 with a carry. ആ ക്യാരി റൈറ്റ് സൈഡിൽ സെക്കൻഡ് ബിറ്റിലേക്ക് പോകുന്നു. 1 + 0 + 0 1. വീണ്ടും 1 + 1 എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് 1 + 1 ആണ്. ദാറ്റ് ഈസ് 0 വീണ്ടും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്നതാണ് ആ ബ്ലൂ കളറിലുള്ള ന്യൂ സം. ഇതാണ് ആദ്യത്തെ 2 ബൈറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ആ സം. ഈ സമ്മും തേർഡ് ബൈറ്റുമായിട്ട് നമുക്ക് ഇനി തേർഡ് സെഗ്മെന്റുമായിട്ട് ആഡ് ചെയ്യണം. അവിടെ കിട്ടിയ പ്രീവിയസ് സ്ലൈഡിൽ കിട്ടിയ സം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ബ്ലൂ കളറിലുള്ളത്. ആൻഡ് തേർഡ് ബൈറ്റ് ഞാൻ എടുക്കുന്നു, സെയിം കളർ, അതെടുത്ത് താഴെ ആഡ് ചെയ്തു. സം കിട്ടി. അതിനോട് കൂടുതൽ അവിടെ ക്യാരി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ക്യാരി ആഡ് ചെയ്യേണ്ടി വന്നില്ല. അതിന്റെ കൂടെ ലാസ്റ്റ് ബൈറ്റ് കളർ സാഫ്രൻ കളർ, അത് ഞാൻ ആഡ് ചെയ്തു. ഒരു സം കിട്ടി. ക്യാരി ഉണ്ടായിരുന്നു, ക്യാരിയും കൂടി ആഡ് ചെയ്തു. ആ കിട്ടിയ ഫൈനൽ ആൻസർ ആണ് 1 0 0 0 1 1 1 1. അതാണ് ഫൈനലിൽ കിട്ടിയ ആൻസർ. അതിനെ കോംപ്ലിമെന്റ് ചെയ്യണം. താഴത്തെ ബുള്ളറ്റ് നോക്കിയാൽ കാണാം. അതിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് വെച്ചാൽ 0 1 ആക്കുക, 1 0 ആക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ ഫൈനൽ ആൻസർ ആണ് 0 1 1 1 0 0 0 0. ഇതാണ് ചെക്സം. ഈ ചെക്സത്തിനെ ഞാൻ ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അതിന് താഴത്തെ അടുത്ത ലൈൻ കാണാം എന്റെ ഒറിജിനൽ ഡേറ്റ ഇൻ കളർഫുൾ വേർഡ്സ്, കളർഫുൾ ബൈറ്റ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ബ്ലാക്ക് കളറിൽ ചെക്സം. അപ്പം 4 ബൈറ്റ് ആയിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 5 ബൈറ്റ് ആണ്. ചെക്സം കൂടി ആഡ് ചെയ്ത് എന്റെ ഡേറ്റ വേർഡിനെ ഞാൻ കോഡ് വേർഡ് ആക്കി മാറ്റി. ആ കോഡ് വേർഡാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവറിൽ ഈ എൻറ്റയർ കോഡ് വേർഡിന്റെ ചെക്സം വീണ്ടും കണ്ടുപിടിക്കും. ആ ചെക്സം കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എറേഴ്സ് ഇല്ലെങ്കിൽ, ഒരു ബിറ്റ് പോലും മാറിയിട്ടില്ലെങ്കിൽ ഫൈനൽ ആൻസർ കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. 0 0 0 0 0 0 0 0. അത് 0 അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ബിറ്റ് എറർ ആയിട്ടുണ്ട്. ചെക്സം എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏത് ബിറ്റാണ് കറക്റ്റ് ആയത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എറർ ഉണ്ടോ എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ. ചെക്സം മെക്കാനിസമാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിലും ട്രാൻസ്പോർട്ട് ലെയറിലും ഉപയോഗിക്കുന്നത്. ഇത് ആ ഡേറ്റ തന്നെ വീണ്ടും പ്രീവിയസ് സ്ലൈഡിൽ ഉണ്ടായിരുന്ന ഫൈനൽ കോഡ് വേർഡ്, അതിന്റെ ചെക്സം മാനുവലി ആഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നില്ല. കോംപ്ലിമെന്റ് ഉപയോഗിച്ച് ആഡ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഫൈനൽ ആൻസർ 0 കിട്ടുന്നത് കാണാം. അതുപോലെ ഏതെങ്കിലും ഒരു ബിറ്റ് റിസീവറിൽ വരുന്ന കോഡ് വേർഡ് റിസീവറിൽ എത്തുന്നു.
അതിൽ ഏതെങ്കിലും ഒരു ബിറ്റ് മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക, 0 കിട്ടുകയില്ല. ഏത് ബിറ്റ് മാറ്റിയാലും 0 കിട്ടുകയില്ല. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. I already told you, in നെറ്റ്വർക്ക് ലെയറിലും ട്രാൻസ്പോർട്ട് ലെയറിലും ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ മെക്കഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പാരിറ്റി ബിറ്റ് അങ്ങ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇതിന്റെ മെറിറ്റ്സ്, ഓവർഹെഡ് വളരെ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒരു 1500 ബൈറ്റുള്ള ഒരു പാക്കറ്റ് അയക്കണമെങ്കിലും 16 ബിറ്റ്സ് മതി. 16 ബിറ്റ്സ് ചെക്സത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ മെസ്സേജ് എത്ര ലോങ് ആണെങ്കിലും അതിനെ നമ്മൾ 16 ബിറ്റ്സിന്റെ സെഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. എക്സാമ്പിൾ ഞാൻ 8 ബിറ്റ്സിന്റെ സെഗ്മെന്റ് ഒക്കെയാണ് കാണിച്ചത്. ആക്ച്വലി ഇൻ പ്രാക്ടീസ് 16 ബിറ്റ്സിന്റെ സെഗ്മെന്റ്സ് ആക്കി മാറ്റിയിട്ടാണ് ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര വലിയ ഡേറ്റ ആണെങ്കിലും അതിനുണ്ടാകുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത് അനദർ അഡീഷണൽ 16 ബിറ്റ്സ് മാത്രമാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓവർഹെഡ് ഓഫ് സ്പേസ് ഓവർഹെഡ് വളരെ വളരെ കുറവാണ്. അതേസമയം ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ഓവർഹെഡ് വളരെ ഹൈ ആണ്. കമ്പ്യൂട്ടേഷണലി ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ചെക്സം കണ്ടുപിടിക്കുക എന്നത്. അത് ഓരോ റൂട്ടറിലും കണ്ടുപിടിക്കേണ്ടി വരും ഹെഡറിന്റെ ചെക്സം. അങ്ങനെ ആ രീതി നോക്കുമ്പോൾ അതൊരു കമ്പ്യൂട്ടേഷണൽ ഇന്റൻസീവ് പ്രോസസ്സാണ്. പ്രൊട്ടക്ഷൻ എററാണെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ എററും കണ്ടുപിടിക്കുന്നു പറഞ്ഞു. ആക്ച്വലി എല്ലാ എററും കണ്ടുപിടിക്കുകയില്ല. CRC-യെക്കാളും വീക്കറാണ്. CRC ആണ് അടുത്ത മെത്തേഡ്. CRC-യിലും എല്ലാ എററും കണ്ടുപിടിച്ചെന്ന് വരികയില്ല. ഇവിടെ സ്റ്റിൽ മോർ എറേഴ്സ് മേ എസ്കേപ്പ്. മോർ എറേഴ്സ് ഒരുപക്ഷെ ഡിറ്റക്ട് ചെയ്യാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചെക്സം സ്ട്രോങ് ആണ്, അതേസമയം ഇറ്റ് ഈസ് നോട്ട് വെരി വെരി സ്ട്രോങ്. അതാണ് അതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് മെക്കാനിസംസ് കണ്ടുപിടിക്കാൻ, പാരിറ്റി ചെക്ക്, അതിന്റെ two versions. One is single parity, other one is two-dimensional parity. Then checksum, അതിന്റെ എക്സാമ്പിളും അതിന്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് അനലൈസ് ചെയ്തു. ലാസ്റ്റ് മെക്കാനിസം ആണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ നമ്മളൊരു കോഡ് വേർഡിന് വേണ്ടിയിട്ട് ഒരു അനദർ ഫ്യൂ മോർ ബിറ്റ്സ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ടി വരും. ചെക്സത്തിൽ നമ്മുടെ ഡേറ്റയുടെ കൂടെ one more ബൈറ്റ് അല്ലെങ്കിൽ 2 more ബൈറ്റ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് നമ്മൾ വെറുതെ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആഡിങ് അല്ല, പകരം ഒരുതരം ഒരു ഡിവിഷൻ മെക്കാനിസമാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. യൂസിങ് മോഡുലോ 2 ഡിവിഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ CRC-യിൽ ചെക്സത്തിന് പകരം നമ്മുടെ ഡേറ്റയോട് ആഡ് ചെയ്യുന്ന ഒരു ഡേറ്റ പോർഷന്റെ പേരാണ് FCS, ഫ്രെയിം ചെക്ക് സീക്വൻസ്. FCS ആഡ് ചെയ്യുന്നു, അതാണ് കോഡ് വേർഡ്. അപ്പൊ ഡേറ്റ പ്ലസ് FCS ആണ് കോഡ് വേർഡ്. എങ്ങനെയാണ് FCS കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ FCS കാൽക്കുലേഷൻ ആണ് റിസീവർ സൈഡിലും സെൻഡർ സൈഡിലും നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസീവർ വിൽ ഡിവൈഡ് ദ ഡേറ്റ ബൈ സെൻഡർ ഡേറ്റയെ ഒരു ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സിസ്റ്റം കിട്ടും. നമ്മൾ ഏത് സംഖ്യ ഡിവൈഡ് ചെയ്താലും ഒരു സിസ്റ്റം ഉണ്ടാകും. ചിലപ്പോൾ സിസ്റ്റം 0 ആകും, ചിലപ്പോൾ സിസ്റ്റം 0 ആയിരിക്കും, വേറെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കാം. അപ്പൊ ആ സിസ്റ്റം ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്യുന്നു, അതാണ് കോഡ് വേർഡ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാതെ, ഡേറ്റ വേർഡ് ഉണ്ട്. ആ ഡേറ്റ വേർഡിനെ ഞാൻ ഏതോ ഒരു പ്രീ ഡിറ്റർമിൻഡ് നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പം എനിക്കൊരു സിസ്റ്റം കിട്ടും. ആ സിസ്റ്റം ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ആഡിങ് പ്ലസ് അഡീഷൻ അല്ല, അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യുന്നു, അതിന്റെ കൂട്ടത്തിൽ അതുകൂടെ കൂട്ടുന്നു. അങ്ങനെ കിട്ടുന്ന വേർഡാണ് കോഡ് വേർഡ്. ഈ കോഡ് വേർഡിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവറിൽ വീണ്ടും സെയിം നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. റിസീവറിൽ കിട്ടുന്ന കിട്ടുന്നത് കോഡ് വേർഡാണ്. ആ കോഡ് വേർഡിനെ സെയിം നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം 0 കിട്ടണം, സിസ്റ്റം 0 കിട്ടണം. എറർ ഇല്ലെങ്കിൽ സിസ്റ്റം 0 ആയിരിക്കും. 0 അല്ല എന്നുണ്ടെങ്കിൽ there is some error എന്ന് നമുക്ക് അനുമാനിക്കാം. ഇവിടെയും എറർ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ, എററിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് CRC മെക്കാനിസം. FCS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ ഡിവൈസർ രണ്ട് സൈഡിലും ഒരേ ഡിവൈസർ തന്നെ വേണം. അത് ഒരു മ്യൂച്വലി എഗ്രീഡ് അപ്പോൺ ഡിവൈസർ ആണ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സെൻഡറും റിസീവറും മ്യൂച്വലി എഗ്രി ചെയ്യും വാട്ട് വിൽ ബി ദ ഡിവൈസർ. അതിനുശേഷം ആണ് സെൻഡർ ആ ഡിവൈസർ ഉപയോഗിച്ച്, ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ, ആ ഡിവൈസർ ഉപയോഗിച്ച് ഡേറ്റ ഡിവൈഡ് ചെയ്യുന്നു, സിസ്റ്റം കണ്ടുപിടിക്കുന്നു, സിസ്റ്റം ആഡ് ചെയ്യുന്നു, കോഡ് വേർഡ് ഉണ്ടാക്കുന്നു, സെൻഡ് ചെയ്യുന്നു. റിസീവറിൽ എത്തിക്കഴിയുമ്പോൾ
അഗൈൻ ഡിവൈസർ എന്താണെന്ന് റിസീവറിന് അറിയാം. അത് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. സിസ്റ്റം 0 ആണെങ്കിൽ നോ എറർ എന്ന് അനുമാനിക്കുന്നു. സിസ്റ്റം 0 അല്ലെങ്കിൽ എറർ ഉണ്ട്. ഓക്കെ, an example. ഡേറ്റ ഡി എന്ന് എഴുതി കാണുന്നത് റൈറ്റ് സൈഡിൽ സമയർ ഏറ്റവും മുകളിലല്ല, റൈറ്റ് സൈഡിൽ ഡി എന്ന് എഴുതി ഞാൻ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഡേറ്റ 101110 6 ബിറ്റിന്റെ ഡേറ്റയാണ്. അതാണ് ഡേറ്റ. അതുപോലെ തന്നെ ഡിവൈസർ ഇടതുവശത്ത് ജി എന്ന് എഴുതിയത് 1001 അതാണ് ഡിവൈസർ. അപ്പം 101110 ആണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതാണ് 1001. എന്നോട് ജി എന്ന് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു ജനറേറ്റർ ആണ്, ഡിവൈസർ ജനറേറ്റർ ആണ്. പോളിനോമിയൽ ജനറേറ്റർ വെച്ചിട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതും ആ പോളിനോമിയലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ജി എന്ന് വാക്ക് ഉപയോഗിക്കാൻ കാരണം. സോ ജനറേറ്റർ 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഡിവൈഡ് ചെയ്യാൻ പോകുന്നതിന്റെ ഡേറ്റയുടെ മാത്രമല്ല ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, ഡേറ്റയുടെ കൂടെ റൈറ്റ് സൈഡ് ഞാൻ 3 0 ആഡ് ചെയ്തു. അപ്പൊ ഡേറ്റ ഇച്ചിരി വലുതായി. 101110 ഈ 6 ബിറ്റ്സ് ആയിരുന്നു ഡേറ്റ. ആ ഡേറ്റയുടെ റൈറ്റ് സൈഡിൽ ഞാൻ 3 0 ആഡ് ചെയ്തു. അപ്പോൾ അത് അല്പം കൂടെ വലുതായി. ഇതിനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് 3 0 ആഡ് ചെയ്തത്? കാരണം സിമ്പിൾ ആണ്. എന്റെ ഡിവൈസർ ജനറേറ്റർ ഡിവൈസറിനകത്ത് 4 ആണ് ഉണ്ടായിരുന്നത്. 4 - 1 എത്രയാണോ അത്രയും സീറോസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതാണ് ഇതിന്റെ പ്രോട്ടോകോൾ. ഡിവൈസറിന്റെ എത്ര ബിറ്റ് ഉണ്ടോ അതിൽ നിന്നും 1 കുറയ്ക്കുക, അത്രയും സീറോസ് ആഡ് ചെയ്യുക ഡേറ്റയുടെ കൂടെ. അതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്നത് റെഗുലർ ഡിവിഷൻ അല്ല, മോഡുലോ 2 ഡിവിഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മോഡുലോ 2 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിംപ്ലർ ദാൻ റെഗുലർ ഡിവിഷൻ. ആദ്യത്തെ ഫസ്റ്റ് ബിറ്റിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ ബിറ്റ് മാത്രം എടുത്താൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1നെ 1001 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ മോഡിൽ 0 ആണ് പറഞ്ഞത്, എഴുതിയില്ലെന്നേ ഉള്ളൂ. രണ്ടാമത്തെ ബിറ്റ് 10, 2 ബിറ്റ് കൂട്ടിയാൽ 10, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 ബിറ്റ് കൂട്ടിയാൽ 101, അതിനെ 3 ബിറ്റിനെയും നമുക്കൊരു 4 ബിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. ടേക്ക് ദ ഫസ്റ്റ് 4 ബിറ്റ്സ് 1011. ഡേറ്റ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ബിറ്റ്സ് ആണ്. അതിന്റെ ആദ്യത്തെ 4 ബിറ്റ് എടുക്കുക 1011. അതിനെ നമുക്ക് 1001 ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം 4 ബിറ്റ് ആയത് കാരണം. സോ പെട്ടെന്ന് കാരണം ഞാൻ മുകളിൽ 1 എഴുതി. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ ആ മുകളിൽ എഴുതിയ 1 കൊണ്ട് ഡിവൈസറിനെ 1001 മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1001 1001 തന്നെയായിരിക്കും. അത് താഴേക്ക് എഴുതി. ഇനി അടുത്തത് റെഗുലർ ഡിവിഷനിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. ഇവിടെ സബ്ട്രാക്ട് പകരം എക്സ് ഓർ ചെയ്യാണ്, എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ നടത്തുകയാണ്. എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ 0, നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ 1 ആക്കുക. അതാണ് എക്സ്ക്ലൂസീവ് ഓർ. ചുരുക്കി പറഞ്ഞാൽ പാരിറ്റി ചെക്ക് ചെയ്യുക. അപ്പം എക്സ്ക്ലൂസീവ് ഓർ 1 ആദ്യത്തെ റൈറ്റ് സൈഡിലുള്ളത് 1 എക്സ്ക്ലൂസീവ് ഓർ 1 അത് 0 ആണ്, കാരണം നമ്പർ ഓഫ് വൺസ് 1 ഈവൻ ആയത് കാരണം 0 കിട്ടി. അടുത്ത ബിറ്റ് 1 എക്സ്ക്ലൂസീവ് ഓർ 0 വൺസ് അവിടെ ഓഡ് ആണ്, അതുകൊണ്ട് 1 എഴുതി. അപ്പം അതിന്റെ ഉത്തരം കിട്ടിയത് ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടിയേക്കുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഡേറ്റയിലെ റിമൈനിങ് ആയിട്ടുള്ള ആദ്യത്തെ ബിറ്റ് താഴേക്ക് എടുത്തെഴുതി, അത് 1 ആണ്. അപ്പൊ 10 എന്നുള്ളത് 101 ആയി. 101നെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് മുകളിൽ ഉത്തരത്തിൽ 0 എഴുതി. 0 ആകുമ്പോൾ 0 × 1001 മൾട്ടിപ്ലൈ 0 തന്നെ താഴേക്ക് വരും. അടുത്ത 0 ഡേറ്റയിലെ അടുത്ത ബിറ്റ് 0 ആണ്, ആ 0 താഴേക്ക് എഴുതി. അഞ്ചാമത്തെ ലൈൻ നോക്കിയാൽ ഇറ്റ് ബിക്കംസ് 1010. 4 ബിറ്റ് ആണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മുകളിൽ 1 എഴുതി ഗുണിച്ചു. 1 × 1001 അത് താഴെ എടുത്തെഴുതി. വീണ്ടും മോഡുലോ അരിത്മെറ്റിക് ഉപയോഗിക്കുന്നു, അതായത് എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു. 0 എക്സ്ക്ലൂസീവ് ഓർ 1 ആണ്. 1 എക്സ്ക്ലൂസീവ് ഓർ 0 അത് 1 ആണ്. ഇടത്തേക്കുള്ള രണ്ടും സെയിം ആണ്, 0 പോകും. അതുകൊണ്ട് ഞാൻ 1 മോർ ബിറ്റ് താഴേക്ക് എടുത്ത് എഴുതി. 11 എന്നുള്ളതായിരുന്നു ഉത്തരം. അത് 11 മുകളിൽ നിന്ന് 0 കൊണ്ടുവന്നു, 11 0 ആക്കി. ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് മുകളിൽ 0 എഴുതി. 0 എഴുതി കഴിഞ്ഞപ്പം വീണ്ടും ഡിവൈഡ് ചെയ്തു. 0 ആണ്, അത് ആ സീറ്റ് താഴേക്ക് വരുന്നു. 11 0 വീണ്ടും മുകളിൽ 1 0 താഴത്തേക്ക് ഇറക്കി. 1100 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 സെയിം പ്രോസസ് ഉപയോഗിച്ചു, ഡിവൈഡ് ചെയ്തു. എക്സ്ക്ലൂസീവ് ഓർ ഉപയോഗിച്ച് സിസ്റ്റം കണ്ടുപിടിച്ചു. ലാസ്റ്റ് 0യും താഴേക്ക് കൊണ്ടുവന്നു, ഡിവൈഡ് ചെയ്തു.
അപ്പോൾ എനിക്ക് കിട്ടുന്ന അവസാനം കിട്ടുന്ന സിസ്റ്റം 011 ആണ്. 011 ആക്ച്വലി 11 ആയിരുന്നു. പക്ഷെ എനിക്ക് ഞാനിവിടെ മുമ്പ് എന്റെ ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്തത് 3 ബിറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് 3 ബിറ്റ്സ് കൂടെ എടുക്കുകയാണ്. 11 പകരം 011 എടുക്കുന്നു. 3 ബിറ്റ്സ് എടുക്കും. ആദ്യമേ ഞാൻ ആഡ് ചെയ്ത 3 സീറോയും മാറ്റിയിട്ട് ഈ സിസ്റ്റം ഞാൻ അവിടെ കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ ഡേറ്റ ഒറിജിനൽ ഡേറ്റ 101110 അതിന്റെ കൂടെ ഈ സിസ്റ്റം കൂടി ആഡ് ചെയ്യുന്നു. 01 കൂടി ആഡ് ചെയ്യുന്നു. 011 അതാണ് എന്റെ കോഡ് വേർഡ്. അപ്പൊ ഞാൻ ലാസ്റ്റ് കിട്ടിയ സിസ്റ്റമാണ് എന്റെ FCS ഫ്രെയിം ചെക്ക് സീക്വൻസ്. അത് കണ്ടുപിടിച്ച രീതിയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് കണ്ടത്. സോ എന്റെ ഒറിജിനൽ ഡേറ്റ വേർഡ് 101110 ഞാൻ ഉപയോഗിച്ച ഡിവൈസർ അത് ഞാനും റിസീവറും തമ്മിൽ മ്യൂച്വലി എഗ്രി ചെയ്ത ഒരു ഡിവൈസറാണ് 1001. എനിക്ക് കിട്ടിയ കാൽക്കുലേഷൻ കിട്ടിയ ഉത്തരമാണ് 011 ദാറ്റ് ഇസ് FCS. ദെൻ കോഡ് വേർഡ് ഞാൻ കണ്ടുപിടിച്ചത് ഡേറ്റ വേർഡ് വിത്ത് FCS. മോഡ് നോക്കുക, കോഡ് വേർഡ് നോക്കുക, FCS നോക്കുക, അത് രണ്ട് ഒരുമിച്ച് എഴുതുന്നതാണ് എന്റെ കോഡ് വേർഡ്. ഇതാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ കോഡ് വേർഡ് വിത്ത് FCS ഇതിനെ ഞാൻ വീണ്ടും സെയിം ഡിവൈസിൽ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ കിട്ടാൻ പോകുന്ന സിസ്റ്റം 0 ആയിരിക്കും. ഉത്തരം 0 ആയിരിക്കും. റിമൈൻഡർ 0 ആയിരിക്കും. 0 അല്ല എന്നുണ്ടെങ്കിൽ, അതായത് റിസീവർ കിട്ടിയേക്കുന്ന വേർഡിൽ എവിടെയെങ്കിലും ഒരു ബിറ്റോ ഒന്നിൽ കൂടുതൽ ബിറ്റോ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 0 കിട്ടുകയില്ല. അപ്പം ഇവിടെയും നമുക്ക് 0 കിട്ടിയില്ലെങ്കിൽ എറർ ഉണ്ടെന്ന് അനുമാനിക്കാം. 0 കിട്ടുകയാണെങ്കിൽ എറർ ഇല്ല എന്നും അനുമാനിക്കാം. ഓക്കെ, ഇവിടെ CRC ആണ് നമ്മൾ ഡേറ്റ ലിങ്ക് ലെയർ ഉപയോഗിക്കുന്നത്. ഉണ്ടാകാൻ പോകുന്ന ചില സംശയങ്ങൾ, എങ്ങനെയാണ് ഈ ഡിവൈസിനെ ചൂസ് ചെയ്യുന്നത്, അതൊരു കോംപ്ലിക്കേറ്റഡ് അല്ല, അതിന് പല ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസും ഉണ്ട്. ഡിവൈസിനെ ചൂസ് ചെയ്യുന്നത് തീരെ ചെറിയൊരു ഡിവൈസ് ചൂസ് ചെയ്യാവോ, വളരെ വലിയ ഡിവൈസ് ഉപയോഗിക്കാവോ, വലുത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണ്, ചെറുത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണ്. പിന്നെ അനദർ ക്വസ്റ്റ്യൻ ദാറ്റ് യു ക്യാൻ ആസ്ക്, എന്തുകൊണ്ടാണ് 3 0 ആഡ് ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞു ഡിവൈസർ 4 ബിറ്റ് ആയിരുന്നു. 4 - 1 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് സീറോസ്. എന്തുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് എന്ന് വിളിക്കുന്നത്? ഇത് സൈക്ലിക് എന്ന് വിളിക്കുന്നതിന്റെ കാരണങ്ങൾ പറഞ്ഞതൊക്കെ ഒരുപക്ഷെ സമയം തികയില്ല. കോഡ് വേർഡിനെ ഒരു സൈക്ലിക് ഷിഫ്റ്റ് നടത്തിയാൽ കിട്ടുന്ന പുതിയ വേർഡും ഒരു വാലിഡ് കോഡ് വേർഡ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് സൈക്ലിക് എന്ന് വിളിക്കാനുള്ള കാരണം. CRC ഇതിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് എന്ന് പറയുന്നത്, ഇതിന്റെ മെറിറ്റ്സ് ഇറ്റ് ഡിറ്റക്ട്സ് ഓൾമോസ്റ്റ് ഓൾ എറേഴ്സ്. ഓൾമോസ്റ്റ് ഓൾ എറേഴ്സ് ഞാൻ പറയുമ്പോൾ മോർ ദാൻ ചെക്സപ്പ്. ചെക്സപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഏകദേശം എല്ലാ എറേഴ്സും ഡിറ്റക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലും കൂടുതൽ എറേഴ്സിനെ ഇത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെലക്ഷൻ ഓഫ് ദ ഡിവൈസ്. ആ ഡിവൈസിൽ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ മാക്സിമം എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഒരുപക്ഷെ എല്ലാ എറേഴ്സിനും അത് ഡിറ്റക്ട് ചെയ്യും. ഡിവൈസ് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഒരു 4 ബിറ്റ് ഡിവൈസർ ആണ്. ആക്ച്വലി അപ് ടു 32 ബിറ്റ് വരെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ ഉപയോഗിക്കുന്ന, നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ലാൻ കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നത്, ആ ലാൻ കാർഡ് ഉപയോഗിക്കുന്നത് 32 ബിറ്റ് ഡിവൈസർ ആണ്. ആ 32 ബിറ്റ് ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ എറർ എല്ലാം തന്നെ ഡിറ്റക്ട് ആകും. ദെൻ അനദർ മെറിറ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ വളരെ സിമ്പിൾ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻ കണ്ടപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കാണും. കാരണം മോഡുലോ അരിത്തമെറ്റിക് നമുക്ക് ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആക്ച്വലി മോഡുലോ ഡിവിഷൻ വളരെ സിമ്പിൾ ആണ്. അത് XOR ഓപ്പറേഷൻ ആണ്, എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ആണ്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്സ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഇത് ഒരു ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ നടത്താൻ സാധിക്കും. ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിൽ സിംപ്ലർ ആണ്, ഫാസ്റ്ററുമാണ്. ഹാർഡ്വെയർ ഈസ് ഫാസ്റ്റർ ദാൻ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് CRC മെക്കാനിസം. അതുകൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടേഴ്സിൽ ലിങ്ക് ലെയറിൽ ഉള്ള നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൽ നമ്മൾ ഇത് ഹാർഡ്വെയർ ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഡിവൈസ് പ്രോപ്പറായിട്ടല്ല സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാ എററും ഡിറ്റക്ട് ആകണമെന്നില്ല. അത് മാത്രമാണ് ഇതിന്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്നത്. ഓൾ ദ 3 നമ്മൾ കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു സമ്മറി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ എത്ര ടൈപ്പ് എറേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. സിംഗിൾ ബിറ്റും ബേർസ്റ്റ് എറേഴ്സും. അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉള്ള മെക്കാനിസംസ്, 3 മെക്കാനിസംസ് നമ്മൾ കണ്ടുപിടിച്ചു. ചെക്സം, then CRC and parity. Parity was the simplest. Checksum also is quite simple and it is being used in the network layer and transport layer. CRC ആണ് ലിങ്ക് ലെയറിൽ ഉപയോഗിക്കുന്നത്. എറർ ഡിറ്റക്ഷനെ കുറിച്ച് പറഞ്ഞെങ്കിലും
ഇവിടെ എങ്കിലും നമ്മൾ കറക്ഷനായിട്ട് നമ്മൾ ആകപ്പാടെ കണ്ടത് പാരിറ്റി ടു ഡയമെൻഷണൽ പാരിറ്റി മാത്രമേ കറക്ഷൻ കണ്ടുള്ളൂ. എങ്കിൽ പോലും കറക്ഷൻ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്കിൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടു തരം കറക്ഷൻ ഉണ്ട്, ഫോർവേഡ് കറക്ഷനും ബാക്ക്വേർഡ് കറക്ഷനും. ഫോർവേഡ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് റിസീവറിലെത്തി അവിടെ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ഫോർവേഡ് കറക്ഷൻ. അത് സാധിക്കുമെങ്കിൽ അതാണ് ബെസ്റ്റ്. ബാക്ക്വേർഡ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ എറർ ഉണ്ടായി എന്ന് അറിയിക്കുക, സെന്ററിനോട് ഒരു റീട്രാൻസ്മിഷൻ റിക്വസ്റ്റ് ചെയ്യുക, അപ്പോൾ ഒരു റീട്രാൻസ്മിറ്റ് പാക്കറ്റ് കിട്ടും. അവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് പാക്കറ്റ് വേറൊരു പുതിയ പാക്കറ്റ് കൊണ്ടുവന്നാണെന്ന് മാത്രം. അതാണ് ബാക്ക്വേർഡ് എറർ കറക്ഷൻ. സാധാരണ നെറ്റ്വർക്കിൽ നടക്കുന്നത് മുഴുവനും ബാക്ക്വേർഡ് എറർ കറക്ഷൻ. ഫോർവേഡ് എറർ കറക്ഷൻ വളരെ റയറായിട്ട് നിർത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പാരിറ്റി എറർ എന്ന് പറഞ്ഞൊരു മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സിൻസ് there are two types of parity checks, even parity and odd parity, how will the receiver know which parity is used by the sender? അതായത് പാരിറ്റി മെക്കാനിസം വേണമെങ്കിൽ ഈവൻ പാരിറ്റി ആകാം, ഇല്ലെങ്കിൽ ഓഡ് പാരിറ്റി ആകാം. പക്ഷെ സെൻഡറും റിസീവറും ഒരേ മെക്കാനിസം തന്നെ ഉപയോഗിക്കണം, അതാണ് റിക്വയർമെന്റ്. ഓക്കെ, അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഡേറ്റ ട്രാൻസ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സെൻഡറും റിസീവറും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻസിന്റെ ഒരു ഭാഗമാണ് ഉപയോഗിക്കുന്ന പാരിറ്റി എന്താണ്, ഉപയോഗിക്കുന്ന എറർ ചെക്കിംഗ് മെക്കാനിസം എന്താണ്. അത് പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓഡ് പാരിറ്റി ആണോ ഈവൻ പാരിറ്റി ആണോ, അതുവഴി റിസീവറിന് അറിയാം സെൻഡർ ഈസ് യൂസിങ് ഈവൻ പാരിറ്റി അല്ലെങ്കിൽ സെൻഡർ ഈസ് യൂസിങ് ഓഡ് പാരിറ്റി എന്ന്. അതുപോലെ തന്നെ റിസീവറിന് അറിയാൻ പറ്റും പാരിറ്റി അല്ല ചെക്സം ആണോ ഉപയോഗിക്കുന്നത്, അതോ CRC ആണോ ഉപയോഗിക്കുന്നത്, അതോ ഇനി വേറെ ഏതെങ്കിലും മെക്കാനിസം ആണോ ഉപയോഗിക്കുന്നത് എന്ന് റിസീവറിന് അറിയാൻ പറ്റും. Next question, why do you say that single bit errors are rare? Single bit errors are rare. Actually they are very very rare. Single bit errors rare ആണെന്ന് പറയാനുള്ള കാരണം അറിയണമെങ്കിൽ we are transmitting data at a very fast rate. It's actually 10 Mbps or even more. Then error ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എറർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്നുകിൽ ഡേറ്റ ബിറ്റ് ഒരു കോപ്പർ ട്രാവൽ ചെയ്യാം. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഡേറ്റ ബിറ്റിന്റെ സ്ട്രെങ്ത് കുറയും. സ്ട്രെങ്ത് കുറഞ്ഞൊരു 1-0 ആയി മാറാം. ചാൻസ് ഓഫ് എറർ ആണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാധാരണ പാരലലായിട്ട് പോകുന്ന എല്ലാ ബിറ്റ്സിലും സംഭവിക്കാം. അപ്പോൾ ഒരു സിംഗിൾ ബിറ്റ് മാത്രമല്ല അങ്ങനെ വീക്ക് ആകാൻ പോകുന്നത്, എല്ലാ ബിറ്റ്സും വീക്ക് ആകാം. അപ്പൊ സിംഗിൾ ബിറ്റ് എറർ അല്ല അവിടെ ഉണ്ടാകുന്നത്, മൾട്ടിപ്പിൾ ബിറ്റ്സിന്റെ വീക്ക്നെസ് ഉണ്ടാകാം. മൾട്ടിപ്പിൾ 1s 0s ആയി മാറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസ്, കേബിൾ ഒരു ഇലക്ട്രിക്കൽ ലൈനിന്റെ സൈഡിലൂടെ പോവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ലൈനിൽ ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസ്, ചില മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡേറ്റ കേബിൾ അവിടെ എറർ ഉണ്ടാക്കാം. അപ്പൊ ആ എറർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയാണെങ്കിൽ അതൊരു വളരെ ഷോർട്ട് ടൈമിലേക്കല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇറ്റ് മേ ലാസ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം. അപ്പം എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഡേറ്റയുടെ വിഡ്ത്ത് നോക്കാം. ഞാൻ മെഗാബിറ്റ്സ് ഒന്നും പറയുന്നില്ല, ഒരു വളരെ ചെറിയ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഡേറ്റ നോക്കാം. ഒരു 1 kilobits per second. 1 kilobits per second എന്ന് വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു ഡേറ്റയാണ്. അതായത് ഒരു സെക്കൻഡിൽ 1000 ബിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ വേറെ നോക്കിയാൽ ഒരു ബിറ്റിന്റെ സമയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ 1000-ൽ-1 അംശം മാത്രമാണ്. ഒന്നിട്ട് പറയാം, 1 kilobits എന്ന് പറയുമ്പം ഒരു സെക്കൻഡിൽ 1000 ബിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിറ്റിന് വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 1/1000 സെക്കൻഡ് ആണ്. 1/1000 സെക്കൻഡ് ആണ് ഒരു ബിറ്റ് എടുക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് 1/1000 സെക്കൻഡ് മാത്രം ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിറ്റ് കറക്റ്റ് ആവുകയുള്ളൂ. അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്താൽ 2 ബിറ്റ് കറക്റ്റ് ആവും, ഓർ മച്ച് മോർ കറക്റ്റ് ആവും. ഇനി ആക്ച്വൽ കേസിൽ 1/1000 അല്ല, 1/m അല്ലെങ്കിൽ 1/g ജിഗായൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയ്ക്കും ചെറിയ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിംഗിൾ ബിറ്റ് എറേഴ്സ് വളരെ വളരെ റയർ ആണെന്ന് പറയാൻ കാര്യം. സാധാരണ ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ മൾട്ടിപ്പിൾ എറേഴ്സ് ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ചെക്സം മെത്തേഡിൽ നിന്നാണ്. വിച്ച് ഈസ് ബെറ്റർ, ചെക്സം വിത്ത് സൈസ് 8 ഓർ സൈസ് 16? ഞാൻ 8 കാണിക്കാനുള്ള കാരണം, എക്സാമ്പിൾ കാണിക്കാൻ എളുപ്പമായതാണ് 8 കാണിച്ചത്. ആക്ച്വലി ഇൻ പ്രാക്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 16 ആണ്. അത് IP ഹെഡറിന്റെ ചെക്സം ഫീൽഡ് നോക്കിയാൽ അതിന്റെ സൈസ് 16 ആണ്. ഇനി ചോദ്യം അതല്ല, ചോദ്യം 8 ആണോ 16 ആണോ ബെറ്റർ എന്നുള്ളതാണ്. ഞാൻ വേറൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം.
വാട്ട് ഹാപ്പൻസ് 8-ന് പകരം 4 ഉപയോഗിച്ചാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ 4-ന് പകരം 2 ബിറ്റ്സ് ചെക്സം ഉപയോഗിച്ചാൽ എന്ത് പറ്റും? അതായത് ഡേറ്റയെ ഞാൻ 2 ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, 8 ബിറ്റ്സ് ആയിട്ടല്ല 2 ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 2 ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി കിട്ടാൻ പോകുന്ന ചെക്സം വാല്യൂസ് ഏതൊക്കെയാണ്? 0 0 0 1 1 0 1 1. ഈ 4 പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ 2 ബിറ്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യാണ്. 2 ബിറ്റ്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെന്റ്സും 2 ബിറ്റ്സ് ആണെങ്കിൽ പാപ്പടേക്ക് 4 പോസിബിൾ ചെക്സം വാല്യൂസ് ഉണ്ടാവുകയുള്ളൂ. അതായത് പല ഡിഫറെന്റ് ഡേറ്റയ്ക്കും ഈ സെയിം ചെക്സം വാല്യൂ തന്നെ വരും. ഓർ 2 ബിറ്റ്സ് ആയിട്ട് ഞാൻ 2 ബിറ്റ്സ് ആയിട്ട് ഞാൻ ചെക്സംസിന് ഡേറ്റ സെഗ്മെന്റ് ചെയ്തപ്പം ഉണ്ടാകാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പല ഡേറ്റ എറേഴ്സ് ചെക്സം വാല്യൂ തന്നെ കിട്ടും. അതായത് എറേഴ്സ് ചെക്ക് ചെയ്യാതെ വരും, ഡിറ്റക്ട് ചെയ്യപ്പെടാതെ വരും. അപ്പം 2 ആണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വളരെ കുറച്ച് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യുകയുള്ളൂ. 4 ആണെങ്കിൽ അല്പം കൂടെ കൂടുതൽ കിട്ടും. 8 ആണെങ്കിൽ സ്റ്റിൽ മോർ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യും. 16 ഒരു ഓപ്റ്റിമം നമ്പറാണ്. അപ്പം ചെക്സത്തിന്റെ സെഗ്മെന്റ് സൈസ് വലുതാക്കുന്നതാണ് കൂടുതൽ എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള നല്ലത്. അതേസമയം സെഗ്മെന്റ് സൈസ് വലുതാക്കും തോറും കാൽക്കുലേഷൻസ് കൂടുതൽ ഡിഫിക്കൽട്ടായി വരും, അപ്പൊ അതുകൊണ്ട് ടൈം കോംപ്ലക്സിറ്റി കൂടും. ഒരു ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടൈം ആൻഡ് നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ആർ ഡിറ്റക്റ്റഡ്, അതാണ് 16 നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പം ആൻസർ 16 is better than 8. Okay, sir. Next question വന്നിട്ട് CRC മെത്തേഡ് എന്നാണ്. Is there a restriction on the size of divisor? Size of divisor റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോ പ്രോട്ടോകോളുമാണ് ആ സൈസ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചായിരുന്നു ലാൻ കാർഡിൽ ഉപയോഗിക്കുന്നത് 32 ആണ്. ആക്ച്വലി നമ്മൾ CRC എന്നല്ല പറയുന്നത്, CRC 8, CRC 16, CRC 32, ഇതൊക്കെയാണ് CRC 4 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ എത്ര ബിറ്റ് ആണ് ഡിവൈസറിന്റെ ലെങ്ത് അതിനനുസരിച്ചിട്ടാണ് ആ CRC നെയിം ചെയ്തത്. അപ്പം റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ റെസ്ട്രിക്ഷൻ മാത്രമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് ലാർജ് ആയാൽ കോംപ്ലക്സിറ്റി കൂടും, ഒരുപാട് ചെറുതായാൽ എറേഴ്സ് ഡിറ്റക്ഷൻ സഫർ ചെയ്യുകയും ചെയ്യും. അതേസമയം വേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കനോട്ട് ബി 1 ബിറ്റ് ആകാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് 2 ബിറ്റ് എങ്കിലും വേണം. ഡിവൈസറിന് മിനിമം 2 എങ്കിലും വേണം. മിനിമം 2 എങ്കിലും വേണം എന്നുള്ളത് ഒരു റെസ്ട്രിക്ഷൻ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ലാർജർ ദ ബെറ്റർ ഫോർ ഡിറ്റക്ഷൻ. ലാർജ് ആകും തോറും കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ കോംപ്ലക്സിറ്റി കൂടും. Imagine the number of gates you will need will be more. Or 32 input XOR gates വേണ്ടി വരും 32 bits വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ. അതേ ഒരു അഡീഷണൽ ബുദ്ധിമുട്ടായി കാണുന്നുണ്ട്. Why did you call the divisor as generator polynomial? Okay. ഞാൻ അവിടെ G എന്നുള്ള പേരും കൊടുത്തു, ഡിവൈസറിന് D എന്ന് കൊടുക്കാതെ G എന്ന് കൊടുത്തു. ഒരു കാര്യം D എന്ന് കൊടുത്താൽ നിങ്ങൾ ഡേറ്റ ആണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ ഇച്ചിരൂടെ റിയൽ ആയിട്ടുള്ള കാരണം അതൊരു പോളിനോമിയൽ ജനറേറ്റർ ആണ്. പോളിനോമിയൽ. ഇപ്പം നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഡിവൈസിലേക്ക് ആയിരുന്നു. ഈ 1001 എന്നുള്ള ഒരു ഡേറ്റ അയക്കണമെങ്കിൽ 4 സ്പേസ് വേണം, എനിക്ക് 4 ബൈറ്റ്സ് വേണം. 1001. അതേസമയം ഞാൻ അതിനൊരു പോളിനോമിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺലി 1 ഏതാണ് അത് മാത്രമേ എനിക്ക് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ പോളിനോമിയൽ വാല്യൂ എന്ന് പറയുന്നത് 1001ന്റെ പോളിനോമിയൽ എന്ന് പറയുന്നത് x⁻³ + 1 ആണ്. പോളിനോമിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ബിറ്റ് x⁻0, രണ്ടാമത്തെ x⁻1, മൂന്നാമത്തെ ഐ എം കൗണ്ടിങ് ഫ്രം ദ റൈറ്റ് സൈഡ്. Right most is x⁻0, then second is x⁻1, third is x⁻2, fourth is x⁻3. നമ്മളുടെ ഡേറ്റ 1001 ആയിരുന്നു. അവിടെ 1 ഉള്ളത് x⁻3ക്കും x⁻0ക്കും മാത്രമായിരുന്നു. അപ്പൊ അത് രണ്ടും മാത്രം അയച്ചാൽ മതി. സോ ആ ഒരു ഡേറ്റ അയക്കാനായിട്ട് 1001 എന്നുള്ളത് എനിക്ക് എന്റെ റിസീവറിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സെന്ററിനെ സംബന്ധിച്ച് റിസീവറിനും അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അയക്കുന്നത് 4 ബൈറ്റ്സ് അല്ല, ജസ്റ്റ് 2 ബൈറ്റ്സ് മാത്രമായി. അപ്പൊ ആ ഒരു ട്രാൻസ്മിഷൻ എഫിഷ്യൻസി അവിടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിനോമിയൽ ഉപയോഗിക്കുന്നത്. പോളിനോമിയൽ ഉപയോഗിക്കാനുള്ള കാരണം അത് മാത്രമാണ്. അപ്പൊ ആ പോളിനോമിയൽ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ 32 ബിറ്റ്സ് ഞാൻ CRC 32 ആണ് ഉപയോഗിച്ചതെങ്കിൽ ഓരോ ഡേറ്റ ട്രാൻസ്മിഷൻ ഞാൻ 32 ബിറ്റ്സ് ഓഫ് CRC അയച്ചു കൊടുക്കേണ്ടി വരും, ഡിവൈസർ അയച്ചു കൊടുക്കേണ്ടി വരും. അത് എനിക്ക് റെഡി, ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസർ ഏതാണെന്ന് ഒരു ലെസ് നമ്പർ ഓഫ് ബൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇൻഫോം ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. Why do you say that checksum offers only protection?
protection it is weaker than CRC. CRC device ആണെന്നുണ്ടെങ്കിൽ ഡിവൈസ് സെലക്ഷൻ മെക്കാനിസം എനിക്ക് ഒരു പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അത് പ്രോപ്പറായിട്ട് ഡിവൈസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ എറേഴ്സ് വിൽ ബി ഡിറ്റക്റ്റഡ്. ചെക്സം നമ്മൾ ഉപയോഗിക്കുന്നത് 16 ബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇൻ റിയാലിറ്റി. 16 ബിറ്റ്സ് ഉപയോഗിക്കുന്നത് ഓവർ എ ഡേറ്റ ഓഫ് 1500 ആണ് സാധാരണ ഒരു പാക്കറ്റിന്റെ സൈസ്. 1500 ബൈറ്റ്സ്. 1500 ബൈറ്റ്സിനെ 16 ബിറ്റ്സിന്റെ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ സെയിം ചെക്സം തന്നെ പല ഡേറ്റ കോമ്പിനേഷനും കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ ചില എറർ ഉണ്ടായാലും ഡിറ്റക്ട് ചെയ്യാതെ പോകാൻ സാധ്യതയുണ്ട്. ഡേറ്റ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ഈ 16 ബിറ്റ്സ് എന്നുള്ളത് വളരെ വളരെ വീക്ക് തന്നെയാണ്. അതാണ് ചെക്സം വീക്ക് ആണെന്ന് പറയാനുള്ള കാരണം. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെക്സത്തിന് സൈസ് വീണ്ടും കൂട്ടുക എന്നുള്ളതാണ്. ചെക്സത്തിന് സൈസ് കൂട്ടുക എന്ന് പറയുമ്പോൾ ഹെഡർ വലുതാകുന്നു, അങ്ങനെയുള്ള വേറെ പല ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു ട്രേഡ് ഓഫ് എന്ന രീതിയിലാണ് 16 ബിറ്റ്സ് ആണ് നിർത്തിയിരിക്കുന്നത്. ചെക്സം എനിവേ ഇറ്റ് ഈസ് വീക്കർ ദാൻ CRC. പക്ഷെ ആ ഒരു വീക്ക്നെസ് നമുക്കൊരു വലിയ ഇഷ്യൂ അല്ല. കാരണം നെറ്റ്വർക്കിൽ 3 സ്ഥലത്ത് നമ്മൾ എറർ ചെക്ക് ചെയ്യുന്നു: ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. അപ്പം ഏതെങ്കിലും ഒരിടത്ത് ചെക്സം എസ്കേപ്പ് ചെയ്താലും കുഴപ്പമില്ല, മറ്റൊരിടത്ത് അത് ഡിറ്റക്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെയുണ്ട്. Without any technical issues. I hope the students found it useful. Thank you very much. Yes, sir. That was a wonderful session. Thank you, sir, for the session, and thank you all the participants for the listening.